ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു മാസത്തിന് ശേഷം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, 1-ാം തീയതിയാണ് കേട്ടോ. സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഓണാക്കിയിട്ടില്ല, 7:06 അപ്പോൾ നമുക്ക് പതുക്കെ ഓൺലൈനിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലിട്ട് പോവാം. ഓക്കെ, രാവിലെ തന്നെ നല്ല സർജാണ് കേട്ടോ. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഓണാക്കി നോക്കാം. അവർക്ക് കൊടുക്കാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒരു 294 രൂപ കൊടുക്കാറുണ്ട്. കണ്ട, 294 രൂപ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ കൊടുത്തേക്കാം. പേയ്മെന്റ് ചെയ്തേട്ടാ. നമുക്ക് 4 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഓൺലൈനിൽ പോവാം. ഓൺലൈൻ ആയിട്ടുണ്ട്, പൈസ കയറിയിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, പൈസ വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ ടെക്നിക്കൽ എറർ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ ഓടിയ പൈസ തന്നെ ഇപ്പോഴും കിടക്കുന്നത്. സാധാരണ മാറേണ്ടതാണ്. ഇതുണ്ട, ഞായറാഴ്ച അല്ല, അപ്പോൾ കുറച്ച് ട്രിപ്പ് എടുത്തില്ല. ഇന്നലെ തലവേദനയൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു സുമാറ് തോന്നാത്തതുകൊണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, കേസ് ഇപ്പം നമുക്ക് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ട്രിപ്പ് അടിച്ചേക്കാണ്. ക്രൗൺ പ്ലാസ എന്നാണ് കേട്ടോ. ഒരു അലീഷയാണ്. നമുക്ക് അലീഷനെ പിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ചായ കുടിച്ച് ഇറങ്ങിയപ്പോ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു കേട്ടാ. ഞാൻ പറഞ്ഞല്ലേ, ഇനി അങ്ങോട്ട് അടിയോട് അടിയായിരിക്കും. കണ്ടോ, നമ്മുടെ റേറ്റിംഗ് ഒക്കെ കയറിയട്ടാ. നമ്മള് സെലക്ട് ചെയ്ത് എടുത്തോണ്ടിരുന്നോണ്ട് നമുക്ക് റേറ്റിംഗ് കുറവായിരുന്നു. 4.98 ആയി, 89 ആയിട്ടോ സെപ്റ്റംബർ റേറ്റിംഗ്. ഓക്കെ, ഏതായാലും നമുക്ക് ക്രൗൺ പ്ലാസന്ന് പിക്ക് ചെയ്യാം. തമ്മനത്തേക്കാണ് കേട്ടോ. തമ്മനം ഭാഗത്തോട്ടാണ്. തമ്മനം എന്നും പറഞ്ഞാ വന്ന്, തമ്മനം കൂതപ്പാടിയോ അങ്ങനെയാണെന്നത്തെ സ്ഥലപ്പേരാ കാണിച്ചത്. അപ്പൊ നമ്മുടെ 1-ാം തീയതി ആയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. നമ്മുടെ കൈനീട്ടമാണ്. ഇന്നത്തെ ട്രിപ്പ് പൊളിക്കുമെന്ന് തോന്നുന്നു. കൈനീട്ടം എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നു. ക്രൗൺ പ്ലാസ എന്നാണ് കേട്ടാ. നമ്മൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പക്ഷെ എങ്കിൽ അത് ഇതിന്റെ മീറ്ററിൽ കാണിക്കുന്ന കൂടി ഇല്ല. ഇനി അവനെ അടിച്ചില്ല പോലും. ഏതായാലും നമുക്ക് ക്രൗൺ പ്ലാസ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് കേട്ടോ. ബാക്കൊക്കെ തുറന്നു നോക്കുക. ഓക്കെ, നമ്മളിത് ക്രൗൺ പ്ലാസയുടെ ലോബിയിലോട്ട് ചെന്നോണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് തമ്മനത്ത് നളന്ത പബ്ലിക് സ്കൂളിന്റെ അവിടെയാണ് കേട്ടോ. ആളിവിടെ വന്നു കഴിഞ്ഞ് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, സെർവർ ഡൗൺ ആണെന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പൊ ആരാണ്ടൊക്കെ മെസ്സേജ് അയച്ചു കൊടുത്തു. എന്നിട്ട് അവിടെയും ഡൗൺ ആണ്. ലാസ്റ്റ് പിന്നെ ആളുടെ നമ്പർ എഴുതി മേടിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ വിളിക്കാം. അപ്പൊ ആള് കുറച്ച് കഴിയുമ്പോ ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഇനി വന്നില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ വിളിച്ചാൽ മതിയില്ല. അപ്പൊ ആളുടെ സമയം കളയണ്ട, നമ്മുടെ സമയം കളയണ്ട.
അങ്ങനെ ഇപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. 146 രൂപ നമുക്ക് ലഭിച്ചു കേട്ടാ. അപ്പൊ നമ്മള് വീണ്ടും ഓണാക്കിയിട്ടേക്കാണ്. പുറത്തെവിടെയും ഇറങ്ങി മാറി വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് മാറ്റി എവിടെയും വെയിറ്റ് ചെയ്യാം. നമുക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട് രാജഗിരി സ്കൂളിലോട്ടാണ്. രാജഗിരി സ്കൂള് ബ്ലോക്കിന്റെ 8 കളിയിലോട്ടാണ്. ഏതായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് ചാടിയിട്ടുണ്ട് കേട്ടോ. ഇനി കൈയിട്ടടിക്കാതെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ സമയം 7:52 ആയിട്ടുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ട് ഇറക്കുക, അവിടുന്ന് കള ഒഴിയുക എന്നുള്ളതാണ് ലക്ഷ്യം. തൊട്ടടുത്ത് തന്നെയാണ്. ഏത് കോലത്തിലാവുക എന്ന്. ഏതായാലും രണ്ടും കൽപ്പിച്ച് ചാടിയിട്ടുണ്ട് കേട്ടാ. മുട്ടം ബ്ലോക്കിനകത്തോട്ടാ ചെല്ലുന്നത്. ഏതായാലും അവിടെ കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പ് ആവാം. വേറെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് അടിക്കാന്ന് എടുത്തോണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അടിച്ചു പോരുക എന്നുള്ളത് ഭയങ്കര മല്ല് പിടിച്ച കേസാണ്. കാരണം അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആ ബ്ലോക്കിൽ കിടന്ന്. ഇവിടെ കാലൊരു വഴി കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. ആള് കണ്ടിട്ടില്ല കേട്ടാ. ആളെ കണ്ടു കിട്ടിയിട്ടില്ല. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് വിളിക്കാം. ഒരു ജെസ്സിനെയാണ്, നമുക്ക് വിളിക്കാട്ടാ. ഹലോ, എത്തി. ആള് ഭയങ്കര ആക്റ്റീവാന്ന് തോന്നുന്നു കേട്ടോ, സംസാരം കേട്ടിട്ട്. ഓക്കെ, നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ആളിപ്പോ തന്നെ എത്തും. നമുക്കൊന്ന് വണ്ടി തിരിച്ചിടാം. വണ്ടി തിരിക്കാന്ന് പറഞ്ഞാൽ അത് ടാസ്ക് ആണ്. അതെവിടെ ഒരു ഗ്യാപ്പുണ്ട്. നമ്മൾ വണ്ടി തിരിച്ചേ. ഓക്കെ, ഇതിന്റെ മുകളിലാന്ന് തോന്നുന്നു. ഇതിന്റെ മുകളിലാ. കുറെ ചേച്ചിമാരവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടാ. ആള് ഇവിടെ കണ്ടെത്താനുണ്ടോ? വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് രാജഗിരി സ്കൂളിനകത്താണ്. രാജഗിരി സ്കൂളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോ നമുക്ക് തിരിച്ചിവിടുന്ന് കച്ചേരിപ്പടി അടിച്ചിട്ടുണ്ട്. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ വഴി ട്രിനിറ്റി വേൾഡ് എന്ന് പറഞ്ഞ ആ ഫ്ലാറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. വലിയ ബ്ലോക്ക് വരുന്നതിന് മുന്നേ ഇവിടുന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ട്രിപ്പ് ഇട്ടിട്ട് ഇവിടുന്ന് തിരിഞ്ഞു പോകേണ്ട വന്നു. പിന്നെ ആ കസ്റ്റമർ ഇങ്ങോട്ട് നടന്നു വന്നു. അത്ര ബ്ലോക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഏതായാലും നമുക്ക് മൂന്നാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ട്രിപ്പ് ഇങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കും. ബ്ലോക്ക് ഒന്നും ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ടപേന്നും പറഞ്ഞ് ട്രിപ്പ് വരും. നമ്മള് കലം മാറ്റി ചവിട്ടുന്നതാണ് അവർക്ക് ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഓഫ് ആക്കിയിട്ട് വേറൊരു ആപ്പ്, ഇപ്പൊ കേരള സഫാരി ആപ്പിടെ വേറെ ഏതെങ്കിലും ആപ്പ് ആയിക്കോട്ടെ, ഒരു ട്രിപ്പ് പോവാണെങ്കിൽ പിന്നെ ട്രിപ്പ് വരാൻ ലേറ്റ് ആവും. യൂബർ പിന്നെ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് വരാൻ ലേറ്റ് ആവും. അതേ സമയത്ത് യൂബർ തന്നെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ചെല്ലുമ്പോ തന്നെ അവിടുന്ന് അടുത്തടുത്ത ട്രിപ്പ് അടിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കും.
നമ്മള് തമ്മനത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് കച്ചേരിപ്പടി കിട്ടി. ഇനി അവിടെ ചെല്ലുമ്പോ എങ്ങോട്ടാന്ന് അറിയത്തില്ല. എന്നാലും നോക്കാം. ഓക്കെ. ഇത്രയൊക്കെ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് വേണ്ടില്ല കേട്ടാ. കാരണം ഓണമൊക്കെ അല്ലേ, ആൾക്കാർ വീട്ടിൽ പോകാനൊക്കെ ഉള്ളവരല്ലേ. ഇനി ആരും വീട്ടിൽ പോകുന്നില്ലേ. മെർക്കുറി എന്ന് പറഞ്ഞ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലാണ് ആള് നിൽക്കുന്നത്. അതിപ്പോ വെബ്സൈറ്റിലുണ്ട്. ട്രിനിറ്റി വേൾഡില് മെർക്കുറി എന്ന് പറയുന്ന ഫ്ലാറ്റിന്റെ അവിടെ ഉണ്ട്. രാവിലെ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇതിലേക്കൂടെ ബസ്സാ. ചിറ്റേത്തൂര വ്യവസായ മേഖല. ഇതിലെ ബസ് സർവീസ് ഒക്കെ ഉണ്ട്. സാധാരണ ബസ് താഴത്തൂടെയൊക്കെയാണ് പോകാറ്. ഇതിലുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും ഇപ്പൊ മനസ്സിലായി ഇതിന്റെ ബസ് സർവീസ് ഉണ്ട്. ഇവിടുന്ന് റൈറ്റ് ആണ് കേട്ടാ. റൈറ്റ്. ഒരു കുത്ത് കയറ്റാണ്, കുത്ത് ഇറക്കമാണ്. തിരിച്ചു വരുമ്പോ കുത്ത് കയറ്റാണ്. കുത്ത് കയറ്റം എന്ന് വെച്ചാൽ കുത്ത് കയറ്റാണ്. ഓ, നല്ല സ്പീഡിലാണെങ്കിൽ സെക്കൻഡിൽ കയറി പോരുള്ളൂ. അല്ലെങ്കിൽ ഫസ്റ്റിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ട വരും. ഒന്നാമത്തെ കാര്യ കയറി പോരുക എന്ന് പറയുന്നതല്ല, കയറി വരുന്ന മുകളിൽ നിന്ന് വേറെ ഒരു റോട്ടിലോട്ടാണ് ചെന്ന് ചേരുന്നത്. അപ്പൊ നമ്മള് അത്ര സ്പീഡ് കൂടാനും പറ്റത്തില്ല. കാരണം അവിടെ നിന്നെങ്ങാനും വേറെ വണ്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പണി വരും. അതുകൊണ്ട് ഒരു മിതമായ രീതിയിൽ കയറി പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് അല്ലാണ്ട് സെക്കൻഡിൽ കയറും, പക്ഷേങ്കിൽ ചില സമയത്ത് കയറില്ല. ഓക്കെ, നമ്മളേതായാലും ഈ ഫ്ലാറ്റിന്റെ അവിടെ എത്തിയിട്ടാ. നമ്മളിപ്പോ എത്തിയിട്ടുണ്ട്. നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ ആളിവിടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മെർക്കുറി. ഓക്കെ, നിൽക്കുന്നു മെർക്കുറി. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ആള് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കമ്മിങ് എന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ആള് വരുന്നുണ്ട്. ഗേസ്, ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഇവിടെ വരുമ്പോ ട്രിപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മള് ഇവിടെ ഗോകുലം പാർക്കിന്റെ ഒക്കെ അവിടെ എത്തിയപ്പോ നെറ്റ് ഓഫ് ആക്കിയിട്ടാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കയറിയത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ട്രിപ്പ് ക്ലോസ് ചെയ്യണമല്ലോ. അപ്പൊ അത് ഓൺ ആക്കിയതുള്ളൂ. അപ്പൊ തന്നെ പാലാരിവട്ടത്തോട്ട് 150 രൂപ ട്രിപ്പ് അടിച്ച്. ഒടുക്കത്തെ ബ്ലോക്കാണ് അങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ട്രിപ്പ് വിട്ട് കളഞ്ഞു. അപ്പൊ തന്നെ എടുത്ത് ട്രിപ്പ് ക്ലോസ് ചെയ്ത് അവരോട് പറഞ്ഞു ഇത്ര രൂപ എന്നും പറഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് അപ്പൊ തന്നെ ഓഫാക്കിയിട്ടിട്ട് ഇപ്പൊ റാപ്പിഡോയും കേരള സവാരി ഓൺ ആക്കിയിട്ടേക്കാണ്. ഇപ്പൊ കേരള സവാരിയിൽ ഒരു ട്രിപ്പ് വന്നു, വില്ലിംഗ്ടൺ ഐലൻഡ്. അത് നമ്മൾ എടുക്കുകയും ചെയ്തു. പക്ഷെ 2 കിലോമീറ്റർ അപ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. പക്ഷെ എങ്കിൽ ആളത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് വരുമോ നോക്കാം. ഇപ്പൊ കാക്കനാട് ഭാഗത്തോട്ട് ഇൻഫോ പാർക്ക് ഏരിയയിലോട്ട് പോകുന്നില്ല. അല്ലാണ്ട് കാക്കനാടൊക്കെ അടിക്കുകയാണെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടുന്ന് പുല്ലേപ്പടി വഴി തമ്മനം ചാടി വെണ്ണല വഴി കയറി എങ്ങനെയൊക്കെ അവിടെ എത്തിക്കാം. പക്ഷെ ഇൻഫോ പാർക്കിലോട്ടാണെങ്കിൽ നമുക്ക്
ഒരു രക്ഷയില്ല. ആ ബ്ലോക്കിൽ കിടന്ന് ചാകുക അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ഇൻഫോ പാർക്ക് ആണെങ്കിൽ നമുക്ക് എടുക്കുന്നില്ല. അല്ലാണ്ട് വേറെ എങ്ങോട്ടേലൊക്കെ അടിക്കുകയാണെങ്കിൽ എടുക്കാതെ വിചാരിക്കും. ബ്ലോക്ക് ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം റാപ്പിഡോയും കേരള സവാരിയിലൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പൊ യൂബറിൽ അടിച്ച ട്രിപ്പ്, ഇപ്പൊ കേരള സവാരിയിൽ അടിച്ച ട്രിപ്പ് വില്ലിംഗ്ടൺ ഐലൻഡ് ആണ്. 300 രൂപയാണ് ട്രിപ്പ്. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളൂ. കാണിച്ച 12 കിലോമീറ്റർ ആണ്. 300 രൂപ കിട്ടും. ആ 300 രൂപ നമുക്ക് കിട്ടുന്നതാണ്. അതേ സമയത്ത് യൂബറിലാണെങ്കിൽ 12 കിലോമീറ്ററിന് ഒരു 200 രൂപ കിട്ടുമായിരിക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 200 രൂപ കിട്ടുള്ളൂ. അപ്പൊ ആ 200 രൂപയ്ക്ക് 12 കിലോമീറ്റർ ആണ്. ഇതേ സമയത്ത് 300 രൂപ കിട്ടും. 100 രൂപ അഡീഷണലും കൂടെ കിട്ടും. ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഇപ്പൊ തൽക്കാലം യൂബറും പോട്ടെ, റാപ്പിഡോയും കേരള സവാരി മാത്രമേ ഓൺ ആക്കിയിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഷീ ലോഡ്ജിന്റെ അവിടെ ഒരു ഇതുണ്ട്, ഈ കുടുംബശ്രീ പെണ്ണുങ്ങൾ നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ പോലെ. അപ്പൊ നമുക്ക് അവിടെ പോയി ചായ കുടിക്കാം, അതേ നടക്കും. ഇപ്പൊ അവിടെ ആകുമ്പോ വെച്ചാൽ റേറ്റ് കുറവുണ്ട്, കാപ്പിക്കൊക്കെ കുറവാണ്. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 4 ഇഡ്ഡലി കിട്ടും. ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് അവിടെ പോയി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി നിൽക്കാം. ഇപ്പൊ ട്രിപ്പ് വരുവാണെങ്കിൽ എടുക്കാം. ഒരു ട്രിപ്പ് വന്നു, അത് പോയി. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് വേണ്ട ടാറ്റ കൺസൾട്ടൻസി ഇൻഫോ പാർക്കിലേക്കാണ്. 15.5 കിലോമീറ്റർ, 3.5 കിലോമീറ്റർ അപ്പുറം നട്ടാ നമുക്ക് ട്രിപ്പ് പണിയത്. യുവർ മിസ്ഡ് ഈസ് യൂസ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിരിക്കുന്നു. അപ്പൊ ട്രിപ്പ് ഇങ്ങനെ നിന്നടിക്കുകയാണ് കേട്ടാ. പക്ഷെ ഇൻഫോ പാർക്കിലേക്കൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി നടക്കുകയല്ല. ഇന്നാണ് തിങ്കളാഴ്ച കൂടെ ബ്ലോക്കിൽ കിടത്ത് ചാകും. ഓക്കെ. അതുകൊണ്ട് നമ്മൾ യൂബർ ഓഫ് ആക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് അടിക്കുമോ നോക്കാം. ഓക്കെ. ട്രിപ്പ് ഇങ്ങനെ നിന്നടിച്ചിട്ടേക്കാ കേട്ടോ. ഇൻഫോ പാർക്കിന്റെ ഭാഗത്തോട്ടാണ്. ഒടുക്കത്തെ ബ്ലോക്കാണ്. ആരും എടുക്കുന്നില്ല, നിന്നടിക്കാണ്. 3 മീറ്റർ അപ്പുറം ആളുണ്ട്, 300 മീറ്റർ അപ്പുറം ആളുണ്ട്, 300 മീറ്റർ. പക്ഷെ ആള് എടുക്കുന്നില്ല. കാരണം അങ്ങോട്ട് ആ മാതിരി ബ്ലോക്കാണ്. എന്റെ പൊന്ന് കർത്താവ്. ഇൻഫോ പാർക്കിന്റെ ഭാഗം അതൊക്കെ. നമുക്ക് അതല്ലാണ്ട് വേറെ മാർഗമില്ല. ആ ഇൻഫോ പാർക്കിന്റെ അതിലേക്കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അതെടുത്തിട്ട് കാര്യമില്ല. കാരണം എന്നാ പിന്നെ നമുക്ക് ഇൻഫോ പാർക്കിലേക്കുള്ള ട്രിപ്പ് എടുത്തൂടെ. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. വേറെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കാക്കനാട് അല്ലാണ്ട് മാറ്റിപ്പിടിക്കൂ. അടുത്ത ട്രിപ്പ് അത് തന്നെ പിന്നെ അടിച്ചോണ്ടിരിക്കുക. ആരും എടുക്കുന്നില്ല. കാരണം ആ ഭാഗത്തോട്ട് ഒടുക്കത്തെ ബ്ലോക്കാണ്. കണ്ടോ, 343 രൂപ 16 കിലോമീറ്ററിന്. 16 × 32, 20 രൂപ ചില്ലറേ ഉള്ളൂ. ആരും എടുക്കുകയല്ല. റേറ്റ് മാറ്റിയിടൂ. ഒരു 450 രൂപ ഇടൂ, എങ്കിൽ ചാടി എടുക്കാം. 450 രൂപ ഇടൂ. മാന്യമായ ഫെയർ ഇടൂ. മാന്യമായ ഫെയർ ഇടൂ. 16 കിലോമീറ്ററിന് 343 രൂപ. കൂട്ടുങ്ക റേറ്റ് കൂട്ടുങ്ക. ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. 135 രൂപയാണ്. MG റോഡ് വരെ പോയാൽ മതി. 3 കിലോമീറ്റർ 135 രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഉള്ളത് പനമ്പള്ളിനാറിലാണ് കേട്ടോ. നമ്മൾ ചാവടിയൊക്കെ കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. യൂബർ ഓൺ ആക്കിയിട്ടില്ല, റാപ്പിഡോയും യാത്രയാണ് ഓൺ ആക്കിയിട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഏതായാലും ട്രിപ്പ് വരുമോ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. നമ്മുടെ ഷേണായ്സിന്റെ അങ്ങോട്ടാണ് കേട്ടോ. 140 രൂപ, 3 കിലോമീറ്റർ, 3 പോയിന്റ് സംതിങ് ഉണ്ട് കേട്ടോ. 1 കിലോമീറ്റർ ഇല്ല, 950 മീറ്റർ അപ്പുറം ഉണ്ട്. അങ്ങനെ കേരള സവാരിയിൽ നമുക്ക്
ഫസ്റ്റ് ട്രിപ്പ് കേരള സഫാരി കിട്ടേക്കാണ്. ഇതിനു മുന്നേ കുറെ ട്രിപ്പ് അടിച്ചായിരുന്നു, പക്ഷെ അതെല്ലാം കാക്കനാട്ടേക്കായിരുന്നു. അതുകൊണ്ട് അവര് വില്ലിംഗ്ടൺ ഐലൻഡ് അടിച്ചു, അതും കിട്ടിയില്ല. അത് കിട്ടാത്തല്ല, അവര് ക്യാൻസൽ ചെയ്തു. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ എടുത്തു. അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. 3.5 കിലോമീറ്റർ ഉണ്ട്. പോകുന്നുണ്ട്, പോവണ്ടാരേ. വെറുതെ മുന്നിൽ കയറി നിൽക്കുകയാണ് പിശാച് മോറൻ. ഏതായാലും നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞു. ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. 135 രൂപയേ ഉള്ളൂ, എന്നാലും വേണ്ടില്ല. 10 കിലോമീറ്റർ 35 രൂപ വെച്ചുണ്ട് കേട്ടാ. ഒരു ജോസഫാണ് കേട്ടോ, നമ്മളൊന്ന് വിളിച്ചിട്ടുണ്ട്. ആള് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. വണ്ടി എത്തിയിട്ടുണ്ടേ. ഓക്കെ, ആള് വന്നിട്ടുണ്ടാവും. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ. 140 രൂപ. അപ്പൊ നമ്മള് PT ഉഷ റോഡിലാണ്. ഇവിടെ ഇട്ട് കഴിഞ്ഞാല് പൈസ പേ ചെയ്യേണ്ടി വരും. പേ ആൻഡ് പാർക്കിംഗ് ആണ് ഇതൊക്കെ. നമുക്ക് പേ ചെയ്യുന്നവിടെ നഷ്ടമല്ലേ. അപ്പൊ നമുക്ക് എങ്ങോട്ട് പോണം? നമുക്കിതിലെ ഇങ്ങനെ മറൈൻ ഡ്രൈവിന്റെ അവിടെ കൊണ്ടിടാം. ചിലപ്പോ അവിടുന്നൊക്കെ അടി വരാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. സൗത്ത് ചിറ്റൂരെന്നും പറഞ്ഞാ വന്ന കേട്ടോ. എനിക്ക് പറഞ്ഞ മറ്റേ DTH ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. നമുക്ക് ഏതായാലും പോയി അത് പിക്ക് ചെയ്യാം. DTH ഹോട്ടലിൽ നിന്ന് ആകാനാ വഴി കേട്ടാ. 10 കിലോമീറ്റർ പോണം. പക്ഷെങ്കിൽ കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്. 260 രൂപ 10 കിലോമീറ്റർ. കേരള സഫാരിയിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഓക്കെ, അസ്റ്റർമേഡ് സിറ്റി, സൗത്ത് ചിറ്റൂർ എന്നാ പറഞ്ഞത്. ചിലപ്പോ ഇനി അസ്റ്റർമേഡ് സിറ്റി ആകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും 10 കിലോമീറ്റർ 260 രൂപ കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഇപ്പൊ നമ്മള് അസ്റ്റർമേഡ് സിറ്റിയിലോട്ടായിരുന്നു ആ ട്രിപ്പ് കേട്ടാ. നമുക്ക് CNG തീർന്നു. ഇനിയിപ്പോ 2 ഘട്ടം ഇല്ല. രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ അവിടുന്ന് ഓടി അസ്റ്റർമേഡ് സിറ്റിയിൽ എത്തിയത്. ഇനിയിപ്പോ നമ്മള് മറൈൻ ഡ്രൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം CNG അടിക്കണം. ഇവിടെ അടുത്തുള്ളത് എടപ്പള്ളി കുന്നുമ്മലാണ്. പക്ഷെ അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഏതായാലും ഇവിടുന്ന് എടപ്പള്ളിക്ക് അങ്ങോട്ട് പോവാം. മറൈൻ ഡ്രൈവിന്റെ അങ്ങോട്ട് പോവാം. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ ട്രിപ്പ് ഇങ്ങോട്ട് അസ്റ്റർമേഡ് സിറ്റിക്ക് 10 കിലോമീറ്റർ 260 രൂപ. അപ്പൊ അങ്ങനെ നമ്മള് കേരള സഫാരിയിൽ 400 രൂപ ഏൺ ചെയ്തേക്കാണ്. വിത്തൗട്ട് കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മള് CNG അടിക്കാൻ പോവാണ്. CNG അടിച്ച് അതിന്റെ അടുത്തനായിട്ട് ചേച്ചിയാൽ അത് മഴക്കടയാണ്. അവിടെ നിന്ന് ഊണും കഴിക്കാം. ഊണും കഴിച്ചിട്ട് നമുക്ക് യൂബർ ഓണാക്കാം. ഓക്കെ, ഇവിടെ CNG ഇല്ലാത്ത ലക്ഷണമാണ് കേട്ടോ. വണ്ടികളൊക്കെ മാറ്റിയിടുകയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഒടുക്കത്തെ ബ്ലോക്ക്. എന്നാ അവന്മാർക്ക് നേരത്തെ പറയത്തില്ല. എന്തോരം നേരമാണെന്നറിയാം ബ്ലോക്കിൽ കിടക്കുന്നത്.
ഒരു രക്ഷയില്ല. ഇനിയിപ്പോ 1, 2, 3 4ാമത്തെ വണ്ടിയാണ് നമ്മുടെ. നമുക്കാണെങ്കിൽ CNG ഇല്ലാണ്, നമ്മൾ ഞെരങ്ങി വിളിച്ച അവിടെ എത്തിയത്. ഇവിടെ CNG ഉണ്ടായിരിക്കും, ചില പ്രഷർ ഇല്ലാത്തോണ്ടായിരിക്കാം. വണ്ടിയൊക്കെ മാറ്റിയിടുന്നുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല. ഏതായാലും ഉണ്ടേലും ഇല്ലേലും നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ, ഉള്ളത് കിട്ടണം. കാരണം അടുത്തടുത്ത പമ്പിലോട്ട് പോകണ്ടേ. ആകെ ഇടങ്ങേറാണ്. രാവിലെ അടിച്ചിട്ട് ഇറങ്ങുകയാണ്, അതാണെന്ന് തോന്നുന്നു ബെറ്റർ. ഇവിടെയൊക്കെ നിറച്ച് വണ്ടിയാണ്, പുറയിലോട്ടൊക്കെ വണ്ടിയാണ്. കണ്ട, പുറയിലൊക്കെ നിറച്ച് വണ്ടിയാണ്. അപ്പുറത്തെ റോഡ് വരെ വണ്ടിയാണ്. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഊണ് കഴിഞ്ഞേട്ടാ, ഊണൊക്കെ കഴിച്ചു. ഇനിയിപ്പോ പതുക്കെ നമുക്ക് യൂബർ ഓണാക്കി ഇടാം. ഇപ്പൊ ട്രിപ്പ് കിട്ടുമെന്ന് അറിയത്തില്ല. ഏതായാലും നമ്മൾ യൂബറും കൂടെ ഓണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഊണ് കഴിച്ചാണ് കേരള സവാരിയിലെ ട്രിപ്പ് വന്നായിരുന്നു, അത് ക്യാൻസലായി. CNG അടിക്കാൻ കുറെ സമയം പോയി കേട്ടോ. നമ്മുടെ സമയത്തിന്റെ പകുതി സമയം CNG അടിക്കാൻ പോയി. അവിടെ ലോഡ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അതൊക്കെ കഴിഞ്ഞു, നമ്മൾ ഊണ് കഴിഞ്ഞു. ഇനിയിപ്പം ട്രിപ്പ് വരട്ടെ. അങ്ങനെ നമുക്ക് യൂബറിൽ ഇവിടുന്ന് ട്രിപ്പ് ഇട്ടേക്കാ ഉണ്ടോ. എവിടുന്നാണ്? പള്ളിമുക്കിന്നാണ് കേട്ടോ, പള്ളിമുക്കിന്നാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ആ ട്രിപ്പ് എടുക്കാൻ പാ. ഓക്കെ, മെഡിക്കൽ ട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ. എങ്ങനെയാണെന്ന് അറിയില്ല, ക്യാൻസൽ ആക്കാമെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ മുട്ടം ബ്ലോക്കാണ് കേട്ടോ, അതുകൊണ്ടാന്ന് തോന്നുന്നു ആൾക്കാര്. ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഒന്നാമത് ഉച്ച സമയമാകണ്ട് ഊണ് കഴിക്കാനും ഒന്ന് തണലത്ത് കിടക്കാനൊക്കെ ആട്ടെ. ബ്ലോക്കും മറ്റേ ഓട്ടോ ഇല്ല, ഇതുണ്ട്. ഈ സൈഡ് നിറച്ച് വണ്ടിയാണ്. എരൂർക്കാണ്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം കേട്ടോ, ആള് എവിടെയാ നിൽക്കുന്നതാണ്. ഒരു ഇന്ദ്രയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. ഹലോ, മെഡിക്കൽ ട്രസ്റ്റിലാണോ നിൽക്കുന്നത്? കാഷ്വാലിറ്റി, അതായത് തേവര സൈഡിൽ നിന്ന് വരുമ്പോ കേറുന്ന ആ സ്ഥലം അല്ലേ? ആ ആ, ഓക്കെ 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 ഓക്കെ. ആള് മെഡിക്കൽ സെന്ററിലാണ്, മെഡിക്കൽ ട്രസ്റ്റിലുണ്ട്, പഴയ ബിൽഡിങ്ങില് കാഷ്വാലിറ്റിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആളെ പിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു എടപ്പള്ളി അടിച്ചിട്ടുണ്ട് കേട്ടോ. കേരള സവാരിയിലാണ്, നമ്മളത് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ 2 കിലോമീറ്റർ അപ്പുറം കേട്ടോ ബുക്കിംഗ് വന്നേക്കുന്നത്. അത് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ പറയാൻ പറ്റത്തില്ല. ഇയാള് വിളിക്കുന്നുണ്ട്. ഹലോ, അത് വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ തൃപ്പൂണിത്തറ യൂണിയൻ ബാങ്കിന്റെ അവിടെ ഉണ്ട്. SNDP SN ജംഗ്ഷനില്. ഏതാ? ഓക്കെ ഓക്കെ ഓക്കെ. അവരിങ്ങോട്ട് വിളിച്ചു, കളിക്കോട്ട പാലസ് റോഡ് എന്നാ പറഞ്ഞ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂടേ, ഇതിന് മുന്നേ കൊണ്ടുവന്ന പേഷ്യന്റ് നമുക്ക് എറണാകുളത്ത് നിന്ന് എരൂർക്കായിരുന്നു. എരൂര് കൊണ്ടാക്കി. അപ്പൊ ആൾക്ക് അധികം AC പാടില്ല, അതുകൊണ്ട് വണ്ടിക്ക് ഭയങ്കര ചൂട്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാനല്ല, എടുക്കാൻ വേണ്ടി പോവാണ്. എടപ്പള്ളി ബ്ലോക്കാന്ന് തോന്നുന്നു, എങ്ങനെയാന്ന് അറിയില്ല. ഏതായാലും ചെന്ന് നോക്കാം. 12 കിലോമീറ്റർ 258 രൂപയാണ് കേട്ടോ കാണിച്ചത്. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. നമുക്ക് ലുലു മോളിലോട്ടായിരുന്നു കേട്ടോ നമുക്ക് ആ ട്രിപ്പ്. ഒരു രക്ഷയില്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി വന്ന് ആകെ സ്റ്റക്കായി നിൽക്കുക. ഓണത്തിന്റെ തിരക്കാണ്, ഓണത്തിന്റെ തിരക്കേ. ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. തിരക്കാട്ടോ, സമയം 3:20. ഇനി അങ്ങോട്ട് തിരക്കിന്റെ മേളാണ്. ഒരു 8 മണി വരെ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ആയിരിക്കും, ടൈറ്റ് ആവും. നമുക്കൊരു 1 മണിക്കൂർ കൂടെ ഓടിയിട്ട് നിർത്താം കേട്ടോ. 4:30 ആകുമ്പോ നിർത്താം. വെറുതെ ഒരു കൂസലും ഇല്ല അവിടെ. അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിലോട്ട് ചുമ്മാ കയറിയേക്കാണ് ബസ്സുകാര്. കണ്ടില്ല പോന്ന പോക്കണ്ട. അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വെട്ടിക്കുന്നു. ഏസപ്പോ ഈ ബ്ലോക്കിനകത്ത് നമ്മളിങ്ങനെ തുഴഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടാ. വൈറ്റില ഭാഗത്തോട്ട് തിരിച്ചിടാം. വരുന്ന എരൂര്. ഓ, ജസ്റ്റ് മിസ്. കേരള സഫാരിയില് ട്രിപ്പ് വന്ന് ഇടിച്ചു നിൽക്കാന്ന് വന്നു. ജസ്റ്റ് മിസ്. എങ്ങോട്ടാ? എരൂരാന്ന് മനസ്സിലായി, എവിടുന്നാന്ന് മനസ്സിലായില്ല, എത്ര രൂപ ഉണ്ടെന്നും മനസ്സിലായില്ല. വെടിയും മിന്നലും മാത്രമേ ഓർമ്മയുള്ളൂ.
ശേഷം ഇപ്പൊ നമ്മള് ഒബ്രാമോളിന്റെ അവിടെയാണ് കേട്ടാ. നമ്മളവിടെ കിടന്ന് ഒരു രക്ഷയില്ല, ഒരു ചായ ഒക്കെ കുടിച്ച് നോക്കി. ഇവിടുന്ന് അടിക്കുന്നില്ല. തന്നെയല്ല ലുലുമോളൊക്കെ കിട്ടിയെങ്കിൽ തെണ്ടിപ്പോവുള്ളായിരുന്നു, അതേമാതിരി ബ്ലോക്കാ. അപ്പൊ നമ്മളേതായാലും ഇവിടുന്ന് മലട്ടനായിട്ട് പോകാന്ന് വിചാരിക്കുന്ന കേട്ടോ. അവര് കേസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓട്ടം നമ്മൾ നിർത്തുവാണ് കേട്ടോ. സമയം ഇപ്പൊ 5 മണിയായി. അപ്പൊ നമ്മള് പാലാരിവട്ടത്ത് നിന്ന് കിടന്നിട്ട് നമുക്ക് ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ. നമ്മൾ ഒബ്രോമാളിന്റെ അവിടെയൊക്കെ കടന്നു, അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞിപ്പോ നമ്മള് മരട്ടിലെത്തി. ഇനിയിപ്പോ അങ്ങോട്ട് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ.